الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به فاتقوا الله واعلموا أن الله بكل شيء عليم. وإذا طلقتم النساء فبلغن أجلهن فلا تقتلوهن أن ينكحن أزواجهن إذا ترضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما. وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. സൂറത്തുൽ ബഖറ 230 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ച തന്നെയാണ് 231 ആയത്ത് 32 അങ്ങനെയാണ്. വഇദാ തല്ലഖ്തും വീണ്ടും തലാഖിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വഇദാ തല്ലഖ്തും ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട് തലാഖിനെ കുറിച്ചിട്ട് ഒരു അല്ലേ ഒരു ഫുൾ പാക്കേജ് ഇൻഷാ അല്ലാഹ്. നിങ്ങളെ അറിവില് പിന്നെ വിവാഹമോചനത്തിന് എത്ര മാർഗങ്ങളുണ്ട്? വിവാഹമോചനത്തിന് ഇസ്ലാമിൽ എത്ര മാർഗങ്ങളുണ്ട്?
ചില ഒരു വിഭാഗം പലതും പലതരത്തിലാണ്. അല്ല നടന്നുകൊണ്ടിരുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എത്ര രീതിയിൽ വിവാഹമോചനം ചെയ്യാം? വെറുതെ ഒന്ന് ഗസ് ചെയ്താൽ മതി, അത് ഞാൻ പിന്നെ പറഞ്ഞു തരും. 8 രീതി. 8 രീതി വിവാഹമോചനത്തിന് 8 രീതി. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് അതൊന്ന് അന്വേഷിച്ചു വരാൻ. 8 രീതി ഏതാണ്? ആരോട് ചോദിക്കാം? എന്നെ മാത്രം വിളിച്ച് ചോദിക്കാം. ഒരു നിയമം പറയുമ്പോൾ നാട്ടിൽ എങ്ങനെയാന്നുള്ളതല്ല, നിയമമാണ് പറയാം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വിവാഹമോചനത്തിന് 8 രീതികളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരികയാണെങ്കിൽ അവർക്കൊരു സമ്മാനം. ഓഫർ എന്താ രീതി എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞില്ലേ 3 രീതി. ഏതൊക്കെയാണ് 3 ഫസ്റ്റ് ആ ജാതി ഞാൻ കൂടി ഉണ്ട്. അതാണ് ഓക്കെ. അയാൾക്കെല്ലാം ചെയ്യാൻ കഴിയില്ല, മുമ്പർക്കെല്ലാം ചെയ്യാൻ കഴിയില്ല. ചിലത് സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് വിവാഹമോചനത്തിന് 8 വഴികളുണ്ട്. അത് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, പെണ്ണിന് ചെയ്യാൻ കഴിയുന്നുണ്ട്, രണ്ടോട്ടിൽ കൂടി ചെയ്യാൻ കഴിയുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. എല്ലാം കൂടിയാണ് കേട്ടോ. നിങ്ങൾ വിവാഹമോചനം ചെയ്താൽ നിസാ സ്ത്രീകളെ അവധി എത്തിയാൽ അജലഹുന്ന അവരുടെ അവധി നിങ്ങൾ അവരെ കൂടെ നിർത്തുക ബിമഅറൂഫ് നന്മയിൽ ഔ സബ്രിഹുന്ന അല്ലെങ്കിൽ അവരെ വിട്ടയക്കുക ബിമഅറൂഫ് മാന്യമായ രീതിയിൽ. വലാ തുംസികുഹുന്ന നിങ്ങൾ അവരെ പിടിച്ചു വെക്കരുത് ദ്രോഹിക്കാൻ വേണ്ടി, ലിതഅതദു അന്യായം കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നവർ ഫഖദ് വലമ അവർ അക്രമം പ്രവർത്തിച്ചു, നഫ്സഹു തന്നോട് തന്നെ. വലാ തത്തഖിദു നിങ്ങൾ എടുക്കാൻ പാടില്ല, ആയാത്തില്ല അള്ളാഹുവിന്റെ വചനങ്ങളെ ഹുസ്വാ കളിയായിട്ട് തമാശയായിട്ട്. വദ്കുറു നിങ്ങൾ ഓർക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അലൈക്കും നിങ്ങളുടെ മേലുള്ള, അൻസല അവൻ ഇറക്കിയതും അലൈക്കും നിങ്ങളുടെ മേൽ, മിനൽ കിതാബ് കിതാബിൽ നിന്ന്, വൽ ഹിക്മ തത്വജ്ഞാനത്തിൽ നിന്ന്, യഅ്ലകും ബിഹി അതുകൊണ്ട് അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു. വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅലമു നിങ്ങൾ അറിയുക അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം അവൻ എന്താണ് അറിവുള്ളവനാണ് എന്നാണ്. അപ്പൊ എന്തായി പറയുന്നത്? നമ്മൾ ഈ തലാഖ് നമുക്ക് വിശദീകരിക്കട്ടോ, എന്നാലും ചെറിയ ചെറിയ അടരുകൾ പറയാം. തലാഖ് എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ മോചിപ്പിക്കുകയാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹജ്ജത്തുൽ വദാഇന് ശേഷം അല്ലെ മക്കാ വിജയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് നിൽക്കുന്ന മൊത്തം ആൾക്കാരോട് ചോദിച്ചു, ഞാൻ എന്താണ്, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. പഴയ കാലത്ത് നബിയെ ദ്രോഹിച്ചവരുണ്ട്, മുഅ്മിനീങ്ങളെ കൊന്നവരുണ്ട്, അല്ലെ, പിന്നെ ഇവര് ഹിജറ പോയപ്പോ വീട് പിടിച്ചടക്കിയവരുണ്ട്, എല്ലാ ആൾക്കാരോട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരുണ്ട്, എല്ലാവരും തരപ്പെട്ടവരുണ്ട്. ഓരോട് ചോദിക്കുന്നത് വിജയിച്ചു നിൽക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവര് പറഞ്ഞു, നീ മാന്യനായ ഉദാരനായ സഹോദരന്റെ ഉദാരനായ പുത്രനാണ്, മാന്യനായ പുത്രനാണ്, എന്നിൽ നിന്ന് ഞങ്ങൾ മാന്യതയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതുമുത്തുലഖാ അവിടെ നിർവഹിച്ച വാക്കെന്താ? അൻതുമുത്തുലഖാ
നിങ്ങളെല്ലാവരെയും വിട്ടയച്ചിരിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങളെ മേലെന്തില്ല, അധികാര നടപടിയൊന്നുമില്ല. അപ്പൊ നിങ്ങളെല്ലാവരും തലാഖിലിരിക്കണം. ആ തലാഖ് എന്ന് പറഞ്ഞാൽ വിട്ടയക്കുക എന്നാണ്, മോചിപ്പിക്കുക, മനസ്സിലായോ? സ്വതന്ത്രമാക്കുക എന്നാണ്. അത് പിന്നെ നമ്മള് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം ആണ് പെട്ടെന്ന് കാണുക എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തില് ചില ചില മനുഷ്യന്മാരുടെ തന്നെ ഏറ്റവും വലിയൊരു പ്രയാസം ഇറക്കി വെക്കലായിരുന്നു ആണിൻ്റെതും പെണ്ണിൻ്റെതും തലാഖിലൂടെ. കാരണം ചില ആളുകൾ തമ്മിലാണ് യോജിക്കാത്തത്. എൻ്റെ അറിവിൽ ഒരു കുടുംബം തമ്മിൽ ഒരു നിലക്കും യോജിക്കുന്നില്ല. ഭയങ്കരമായ പ്രശ്നം ആണ് പെണ്ണും തമ്മില്. എങ്ങനെ മധ്യസ്ഥം വെച്ചാൽ അതൊന്നും തീരുന്ന പോലല്ല. ഒടുവിൽ തലാഖായി ഓളെ വേറെ കല്യാണം കഴിച്ചു, വേറെ കല്യാണം കഴിച്ചു, ഒരു പ്രശ്നമുള്ള സുഖമായിട്ട് ജീവിച്ചു. ഇവിടെ തന്നെയാണോ അതും ഓനിപ്പോ സംശയം, ഓനെ സംശയം ഓള് തന്നെയാണോ? കാരണം ഓള് ഇത്ര നന്നായി പോകും. ഓക്കും സംശയവും ഓ ഇങ്ങനെ ഇത്ര നല്ല ആളായിരുന്നു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിലാണ് യോജിക്കാത്തത്, വേറെയുള്ള ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു അവസരം വേണം. ആ അവസരമാണ് ഈ സ്വതന്ത്രമാവുക എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനെ ഒരു അനിവാര്യമായ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വതന്ത്രമാവുക എന്ന് പറയുന്നത്. ചില സമൂഹങ്ങളിലൊന്നും അങ്ങനെ സ്വതന്ത്രമാവാൻ പറ്റൂല, നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ അവര് സ്റ്റൗ പൊട്ടിത്തെറിക്കും. കാരണം വേറെ രക്ഷമില്ല. അല്ലാണ്ട് ഈ മണ്ണെണ്ണ സ്റ്റൗ ഇങ്ങനെ കാറ്റിരിക്കുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കലല്ല സംഭവം. ചിലത് സ്റ്റൗ പൊട്ടിത്തെറിക്കാതെ അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഈ നമ്മളെ ചില മലയോര പ്രദേശത്തൊക്കെ ഈ സയനൈഡ് വെക്കും. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. നേർക്ക് നേരെ വളരെ വൃത്തിയിൽ വളരെ മാന്യമായി നന്മയോടുകൂടി തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ വിവാഹമോചനം ചെയ്തു, ഇദ്ദ കഴിഞ്ഞാൽ അത് മാന്യമായിട്ട് എന്ത് ചെയ്യാം, ഗോൾഡൻ ഷെക്കൻഡ് എന്ന രീതിയിൽ വീണ്ടും എവിടെയെങ്കിലും വെച്ച് ഒന്ന് കണ്ടുമുട്ടിയാൽ, ഒരു ഖുർആൻ ക്ലാസ്സിലൊക്കെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്ന രീതിയിൽ, മനസ്സിലായി? പിരിഞ്ഞു. പ്രത്യേകിച്ച് എന്താ അതിനിപ്പോ ഈ വർഗശത്രുവിനോട് പെരുമാറുന്ന കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നമ്മൾ പിരിഞ്ഞു. പിന്നെ എപ്പോഴെങ്കിലും കാണും അസ്സലാമു അലൈക്കും വലൈക്കും ഇസ്ലാം, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോ മൂപ്പർക്ക് എന്താ പണി? നിങ്ങളെ കേട്ടത് ഞാൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പൊ മാന്യമായിട്ട് എന്ത് ചെയ്യാം, പിരിയാണെങ്കിൽ മാന്യമായിട്ട് പിരിയും. ഇനി അങ്ങനല്ല, നിങ്ങൾക്ക് ഒരു പുനർവിചാരം ഉണ്ടായി ഇതാകാലത്ത്, അങ്ങനെ നമ്മൾ അങ്ങനെ പിരിയേണ്ടതൊന്നുമില്ല, ദേഷ്യപ്പിടിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാലോ എന്നൊക്കെ തോന്നിയാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ മാന്യമായിട്ട് എന്ത് ചെയ്യാം, കൂടെ താമസിക്കുക, സ്വീകരിക്കുക. ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, ഈ പിടിച്ച വെക്കുകയാണെങ്കിലും വിട്ടയക്കുകയാണെങ്കിലും അത് രണ്ടും മാന്യമായിട്ടായിരിക്കണം. പല തുളസിപ്പൂന്ന നിങ്ങൾ അവരെ പിടിച്ചു നോക്കരുത്, ദ്രോഹിക്കാൻ വേണ്ടി പിടിച്ചു നോക്കരുത്. ചില ആൾക്കാർ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മൊഴിയിട്ട് കൊടുക്കുകയില്ല, പിന്നെ ഇങ്ങനെ പരമാവധി ദ്രോഹിക്കും. അപ്പൊ എന്നിട്ട് അവസാനം പാപ്പ എന്ത് ചെയ്യേണ്ടതാണ്, പിന്നെ ആകെ വിഷമിക്കുന്നു, ഉമ്മ വിഷമിക്കുന്നു. അവസാനം ഓള് പറയും ഞാൻ നിൽക്കാൻ കഴിയില്ല, ഇവനതിനാണ് ചെയ്തൊക്കെ, ഓള് പറയാം. അപ്പൊ ഓള് പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അങ്ങനെയെങ്കിലും എന്നൊന്ന് ഒഴിവായി തരണം എന്ന് അവൾ പറഞ്ഞു കിട്ടിയാൽ ഓന് കുറെ ആനുകൂല്യം കിട്ടാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ഇത്യാദി ചെയ്യരുത്. മാന്യമായിട്ട് മഹർ കൊടുത്ത് കല്യാണം കഴിച്ചാണ്, പിരിയാൻ നേരത്ത് മാന്യമായിട്ട് ഓൾക്ക് എന്തെങ്കിലും കൊടുക്കുക. നിങ്ങൾ ആദ്യം കൊടുത്തൊന്നും തിരിച്ചു ചോദിക്കാൻ നിൽക്കണ്ട, അത് ഓളെടുത്തോട്ടെ, കാരണം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അവൾക്ക് തന്നെ കൊടുക്കുക. പോരാത്തതിന് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി വാങ്ങി കൊടുക്കുക, എന്നിട്ട് പിന്നെ അങ്ങ് പോട്ടെ. ഇവിടെ കൊടുക്കണമില്ല, ആകെ കൊടുക്കുന്ന കേസാണ് അല്ലെ. ഓനെതിരെ ഓളൊന്നും സ്വപ്നത്തിൽ വിചാരിക്കാത്ത സാധനം കഴിക്കും വക്കീൽ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവില്ല. കാരണം വക്കീലിനും ഇതിന്റെ ശതമാനമാണ്. അപ്പൊ അതുകൊണ്ട് പലതരം നഷ്ടങ്ങൾ
പിന്നെ പൊന്നുണ്ടായിരുന്നു, മറ്റുണ്ടായിരുന്നു, സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യം അവർക്ക് ചെയ്തു. അങ്ങനെ അതവിടെ തന്നെ ചെയ്തു. ഈ നഷ്ടം ഉണ്ടായി, വിദ്യാഭ്യാസം മുടങ്ങി, അതിന്റെ നഷ്ടം ഉണ്ടായി, പിന്നെ മാനനഷ്ടം ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ കണക്കൂട്ടി വെക്കുമ്പോൾ 40-40 ലക്ഷം ഉറുപ്പിക അല്ലെങ്കിൽ അതിലേറെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടി വരുമ്പോ ഇദ്ദേഹത്തിന് വിധി വരും, ഇത്രയും പൈസ കൊടുക്കാൻ. എന്നിട്ട് ഇയാൾ വീട് വിറ്റ് ലോൺ എടുത്ത് അങ്ങനെ ഉണ്ടാകാം. ഇതൊന്നും നിൽക്കണ്ട. വളരെ മാന്യമായിട്ട് പിരിയാം, വളരെ മാന്യമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും മാന്യമായിട്ട് ചെയ്യാം. എന്നിട്ട് അള്ളാഹു പറയാണ്, പല തത്വത്തിൽ ആയാത്തില്ലാതെ നിങ്ങൾ അള്ളാഹുവിന്റെ ഈ ആയത്തുകളെ കളിതമാശായിട്ട് എടുക്കരുത്. അതായത് അള്ളാഹു ആണ് നിങ്ങൾക്ക് അനുവാദം തരുന്നത് ഇങ്ങനെ നന്നായിട്ട് ജീവിക്കാനും, അതേപോലെ നിങ്ങൾക്ക് ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ പിരിയാനും ഒക്കെ. അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നൊക്കെയാണ് ഈ തലാഖിന്റെ. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ഒരു നിലക്കും ചെയ്യാൻ പറ്റാത്തൊരു സംഗതി എന്നുള്ള നിലക്കല്ല അത് കിടക്കുണ്ടാകുന്നത്. അതെന്താന്ന് വെച്ചാൽ ഒന്നിച്ച് കഴിയുന്ന രണ്ട് മനസ്സുകൾ തമ്മിൽ പിരിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പിരിയലിനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വല തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുതെന്ന് മുസ്ലിം സമുദായത്തോട് തന്നെ പറഞ്ഞു. അപ്പോ ഒന്നിച്ച് നിൽക്കേണ്ട ആൾക്കാർ തമ്മിൽ ഭിന്നിക്കുക എന്ന് പറയുന്നത് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അല്ലേ? അപ്പോ ഏറ്റവും കൂടുതൽ അവനും അവളും ഒക്കെ ആയി തീരുന്ന വല്ലാത്തൊരു അടുപ്പാണ് ദാമ്പത്യം. അത് പിരിയുന്നതിലാണ് അർശം വരുന്നത്. മനസ്സിലായോ? അല്ലാതെ ഒരു നിലക്കും പാടില്ലാത്ത ഹറാമാക്കിയ ഒരു സാധനമായതുകൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നബിസ്വല്ലല്ലാഹു കുടുംബത്തിൽ തന്നെ തലാഖ് ഉണ്ടായല്ലോ, അല്ലെ? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു സൈനബിനെ എന്ത് ചെയ്തു? തലാഖല്ലേ. കാരണം പിന്നെ ആ വിവാഹം തന്നെ ഒരു സംഗതിയായിരുന്നു. വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സയ്യിദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ്. ഈ സൈനബിനെ സയ്യിദ് കല്യാണിച്ചു. അപ്പൊ തന്നെ സൈനബിന് അതിലൊരു ചെറുതെന്ന് പറഞ്ഞൂടാ, ചെറുതല്ലാത്തൊരു സംഗതിയുണ്ട്. കാരണം സൈനബ് എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചാൽ ഖുറൈശികളിലെ വളരെ പ്രഗത്ഭ ഗോത്ര കുടുംബ സമിതിയിലൊക്കെ ഉള്ളതാണ്. അപ്പോ പിന്നെ നബിന്റെ അമ്മയുടെ മോളല്ലേ. അപ്പോ അതേ സമയത്ത് സെയ്ദ് എന്ന് പറയുന്നത് അങ്ങനല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ പക്ഷെ അങ്ങനെ നിങ്ങൾ ഗോത്ര കുടുംബം വംശം തറവാടൊന്നും അല്ല നോക്കേണ്ടത്. എന്ത് ചെയ്യാം? മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് വിവാഹം ചെയ്യാം എന്നൊരു പാടാണ് അതിൽ. പക്ഷെ അവരമ്മിൽ അത് എന്തായില്ല, വർക്കായില്ല. അവരമ്മിൽ ആ ഒരു സംഗതി പിന്നെ ഇങ്ങനെ തോന്നി. അപ്പൊ അവസാനം എന്ത് ചെയ്തു? എന്നാ പിന്നെ ഒഴിവായി. ആ ഒഴിവാലാണ് തൊലാ. വളരെ മാന്യമായി പിരിച്ചു. പക്ഷെ മാന്യമായി പിരിഞ്ഞിട്ട് പിന്നെ നബിസ്വല്ലല്ലാഹു തന്നെയാണ് വിവാഹം ചെയ്തത്. അപ്പൊ നബിസ്വല്ലല്ലാഹു തന്നെ വിവാഹം ചെയ്യുമ്പോ ചെയ്താർത്ഥം ഉണ്ടാവില്ലേ? ഒരു തമ്മില് പിന്നെ കാണേണ്ടിയും അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഒഴിവാക്കിയതിന് റസൂല് കല്യാണം കഴിച്ചു. എന്നാ പിന്നെ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരാൾ തലാഖില്ല, ആ പെണ്ണ് കയറുന്ന ബസ്സിൽ കൂടി അവൻ കയറൂല. അപ്പൊ ബസ് കയറിയൊക്കെ മുന്നിൽ സീറ്റിലോട് ഇരിക്കുന്നുണ്ടാവും, പുറത്ത് ഇറങ്ങിയാൽ പോയിക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് യോജിച്ചില്ല, ഒഴിവായി കുറവ്. വിമർശകന്മാരെ വല്ലാതെ വിമർശിച്ചൊരു കല്യാണമാണിത്. പക്ഷെ യഥാർത്ഥത്തില് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിമർശിക്കുന്ന ആൾക്കാർ പറഞ്ഞാട്ടാ തോന്നുന്നു റസൂൽ അന്നേരം കാണുകയും ചെയ്യുന്നത്. റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, എപ്പോഴും കാണുന്നതാണ്, പണ്ടേ കണ്ടതാണ്. റസൂലിനെ അങ്ങനെ പെട്ടെന്നെന്തോ കണ്ട് യാദൃശ്യമായി കണ്ടുപോയ സംഗതി ഒന്നല്ല. റസൂൽ തന്നെയാണ് ഇവരെ കല്യാണം നടത്തി കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ കല്യാണവും വേറെ വലിയൊരു നിയമം മനസ്സിലാക്കി തരാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളായിരുന്നു. ദത്തുപുത്രൻ സ്വന്തം പുത്രനല്ല എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ച സംഗതിയാണ്. ദത്തുപുത്രൻ ആണ് സെയ്ദ്, പക്ഷെ ദത്തുപുത്രൻ സ്വന്തം പുത്രനല്ല എന്ന് തെളിയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വാപ്പാന്റെ പേര് നിങ്ങളെ ഇഷ്ടത്തിന് ആരെങ്കിലും ഒരാളെ പേരാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അത് വാപ്പ ആവൂല. ശരിക്കുള്ള വാപ്പന്നെ വാപ്പാവുള്ളൂ എന്ന് പഠിപ്പിക്കുക. സ്വന്തം മകനായിരുന്നെങ്കിൽ മകൻ ഒഴിവാക്കിയതിനെ കല്യാണിക്കാൻ പാടില്ല. സ്വന്തം മകൻ ഒന്നുമില്ല, സ്വന്തം മകനല്ല. സ്വന്തം മകനാണെങ്കിൽ മകൻ ഒഴിവാക്കിയ പെണ്ണിനെ എന്ത് ചെയ്യാൻ പാടില്ല? കല്യാണിക്കാൻ പാടില്ല. നിങ്ങള് വിവാഹമോചനം ചെയ്ത ആളുകളെ യുദ്ധാകാലം അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മാന്യമായിട്ട് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് തിരിച്ചയക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു താക്കീത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളെ കളിയായിട്ട് എടുക്കരുത്. നിങ്ങൾ ഓർമ്മിക്കുക, നിഅമത്തുള്ളാഹി അലൈക്കും, അള്ളാഹു
നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർമ്മിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ദമ്പതികളായി ജീവിക്കുന്നതും അതിൽ നിന്ന് സുഖം ആസ്വദിക്കുന്നതും അതിന്റെ ഒരു തണലിൽ നിങ്ങൾ കഴിയുന്നതും ഒക്കെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഏതോ പുരയുള്ള എത്തിപ്പെടാൻ ഇങ്ങനെ നിൽക്കൂലേ? അള്ളാഹിന്റെ നിയമം കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ദേഷ്യം പിടിച്ചതും ഒക്കെ ഓളങ്ങ് സഹിച്ചത് എന്താണ്? അള്ളാഹിന്റെ നിയമം കൊണ്ട് സഹിച്ചതാണ്. അല്ലാണ്ട് നിങ്ങളെന്തൊരു മെഹബൂണ്ട് സഹിച്ചൊന്നുമല്ല. മനസ്സിലായോ? അപ്പോ ഈ ബന്ധം നല്ലവർക്ക് മുന്നോട്ട് പോകണം എന്നതുകൊണ്ടും ഒക്കെ എന്തായിട്ടുള്ളതാണ്, സഹനത്തോടു കൂടിയിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങളായതുകൊണ്ടും അവന്റെ അനുഗ്രഹങ്ങളായതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലാതെ അല്ല. അപ്പൊ അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും അവന്റെ ഹിക്മത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ അവനെ ഉപദേശിക്കുകയാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് കേട്ടോ എന്ന് പ്രത്യേകം പറയും. ഇനിയും ഈ വാക്ക് ആവർത്തിക്കുകയാണ്. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ അങ്ങനെ അവരെത്തുകയും ചെയ്താൽ അജലുഹുന്ന അവരുടെ അവധി, ഫലാ തഅ്ദുലുഹുന്ന നിങ്ങൾ അവരെ വിലക്കരുത്, അയ്യൻകിഹ്ന അവർ വിവാഹം ചെയ്യുന്നതിനെ, അസ്വാജുഹുന്ന അവരുടെ ഭർത്താക്കന്മാരെ, ഇദാ തറാദൂ ബൈനഹും അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ ബിൽ മഅറൂഫ് ന്യായമായ നിലയിൽ. അത് ഉപദേശിക്കപ്പെടുന്നു മൻകാന മിൻകും നിങ്ങളിൽ നിന്നുള്ളവരെ യുഅ്മിനു ബില്ലാഹ് അല്ലാഹു വിശ്വസിക്കുന്ന നാളിലും ദാലികും അതാകുന്നു അസ്കാലക്കും നിങ്ങൾക്ക് ഏറ്റവും സംസ്കൃതമായത് വിശുദ്ധം അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതായത് പിന്നെ രണ്ട് തരം വിലക്കലും വിലക്കിയിട്ടുണ്ട്. ഒന്ന്, ഒരാൾ വിവാഹമോചനം ചെയ്ത പെണ്ണിനെ വേറെ ഒരാൾ കല്യാണം കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളത് പോയിട്ട് മുടക്കരുത്. മനസ്സിലായില്ല? ഒരാള് തലാഖില് ഒളിവായി, അപ്പൊ ഓക്കൊരു കല്യാണാലോചന വരുന്നുണ്ട്. അപ്പൊ ഉടനെ നമ്മൾ ഫോൺ എടുത്തു, നല്ല ഗണിയിലാണ് നിങ്ങൾ ചാടാൻ പോണത്, ഞാൻ തന്നെ ഒരുവിധം ഒഴിവാക്കിയതാണ്, നിങ്ങൾ എന്ത് തീരുമാനിച്ചിട്ടാപ്പത്, ഇങ്ങനത്തെ പണിക്ക് നിങ്ങൾ പോകും. അതെന്ത് ചെയ്യരുത്. അത് ഇയാളുടെ മാറ്റർ, അതൊരു പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇനി ഒരാൾ മൊഴി ചൊല്ലി അയാള് തന്നെ തിരിച്ചെടുക്കുക, അതും നിങ്ങൾ പോയി മുടക്കരുത്. അതിപ്പോ നാട്ടിൽ വളരെ സാർവത്രികമായി കണ്ടുവരുന്ന, എന്തിനാ ഉറപ്പില്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെയ്യരുത്. ഒരാൾ മൊഴി ചൊല്ലി ഒന്നുകിൽ യുദ്ധാകാലം യുദ്ധരിക്കേണ്ടത് ശരിക്കും നിയമം അനുസരിച്ച് മറ്റേ വീട്ടിലാണ്. ഇപ്പോ മൊഴിയെല്ലാം തീരുമാനമാകുന്നത് തന്നെ ഓളോളം വീട്ടിൽ വന്നതിന് ശേഷമാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം അതിൽ കിടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും യുദ്ധ തീരുന്നതിന് മുമ്പേ ഓന് പിന്നെ 1 കിലോ ഓറഞ്ചൊക്കെ വാങ്ങി പോരേൽ വന്ന് അങ്ങനെ ഓരോ അറയക്കൂടാൻ പോവാണെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യരുത്, വിലക്കരുത്, മുടക്കരുത്. ഒരു ഒന്നിച്ച് ജീവിച്ചോട്ടെ, അള്ളാന്റെ തീരുമാനല്ലേ, ഒരു ജീവിച്ചോട്ടെ. അതേ സമയത്ത് പിന്നെ യുദ്ധകാലം കഴിഞ്ഞു, അവൾ സ്വതന്ത്രയായി, ഇനി വേണമെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിക്കാം. പക്ഷെ ആ സമയത്ത് ഇവന് തോന്നാണ് എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ, ഇനി പോള് വേറൊരു വ്യാപാരം നോക്കി ഇറക്കണം, ഞാൻ വേറൊരു കൊണ്ട് നോക്കി ഇറക്കണം, അങ്ങനൊന്നും വേണ്ട. പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ തോന്നുക. കുട്ടികളൊക്കെ എല്ലി കഴിഞ്ഞ ശേഷമാണ് തിരിയുന്നത്, ഈറ്റിങ്ങൊക്കെ ഒരു അങ്ങോട്ടില്ലാത്തൊരു പോലെ ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പം പിന്നെയും പറയാണെന്നാ പിന്നെ ഞാൻ ഓളെ വീണ്ടും നിക്കാതെ ചെയ്തോളാം. അപ്പൊ ഓളെ ഞാൻ ആർക്കും നിക്കാതെ ചെയ്യാം, ഇവനും നിക്കാതെ ചെയ്യാം. അപ്പൊ ഓനെന്ത് ചെയ്യാം, വീണ്ടും നിക്കാഹ് ചെയ്യണം, സാക്ഷി വേണം, നിക്കാഹിന്റെ എല്ലാ സംഗതികളും. അങ്ങനെയാണെങ്കിലും നിങ്ങൾ പോയിട്ട് മുടക്കരുത്. മുടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരാള് അയാളുടെ ഭാര്യനെ തലാഖല്ലി പറഞ്ഞു. ഈ ചാൻസ് നോക്കിയിട്ട് വേറൊരു തട്ടിപ്പുകാരനെ എന്ത് ചെയ്ത് ഓളെ കെട്ടാൻ വരികയാണ്. അപ്പൊ ഈ ഒഴിവാക്കിയ ആൾക്കറിയാം ഇയാള് മഹാമോശക്കാരനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ഇവിടെ ചൂഷണം ചെയ്യാൻ വരാണെന്നും ഇയാൾക്ക് അറിയാമെങ്കിൽ ഇവിടെ വാപ്പനോട് പറയണം, അയാൾക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുതോ, കാരണം കുടുങ്ങിപ്പോകും എന്ന് പറയാം. നിങ്ങൾ ആ ഒരു ബന്ധത്തിനെ പറ്റി ആലോചിച്ച് നോക്കി. ഇയാളോട് പറയണ പോയിട്ട് ഇയാളെ 4 ഇലത്ത് നിർത്തും. മനസ്സിലേ? ഈ മുൻ ഭർത്താവിന്റെ ഭാര്യയുടെ ഉമ്മ എന്ന് പറയുന്നത് ഇയാൾക്ക് ഇപ്പോഴും ഉമ്മാണ്. ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ടോ ഫോൺ ചെയ്തിട്ടോ ഒക്കെ പറയാം, ഉമ്മ
നിങ്ങൾ എന്ത് ചെയ്ത് മോളെ ഓനെ ഇട്ടിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം ഓനെ ഇട്ടിച്ചു കൊടുത്താലാണ് നിങ്ങളെ മോളെ കാര്യം അബദ്ധായിരിക്കും എന്ന് മുടക്കാവുന്നതാണ്. അങ്ങനെ ദുർനടപ്പുകാരനോ വളരെ ജീവിതം തകരാറിലായി പോകുമെന്ന് തോന്നിയാലോ ഒക്കെ എന്ത് ചെയ്യാം. അങ്ങനെ അല്ലാതെ സാധാരണ നിലയിൽ നിങ്ങൾ തലാഖ് ചൊല്ലിയ പെണ്ണിനെ എന്ത് ചെയ്യരുത്, അതാണ് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കാൻ നിക്കാഹ് ചെയ്യണം. ആ വേറെ എല്ലാവരോടും അല്ല, മാതാപിതാക്കളോടുള്ള ബന്ധം തുടരും. ഭർത്താവിന്റെ ഉമ്മ ഉപ്പ എന്ന് പറയുന്ന ബന്ധം മുറിയില്ല. ആജീവനാന്തം അൺലിമിറ്റഡ്. അത് മുറിയില്ല. തൊട്ടാ ഒന്നും മുറിയാത്ത ബന്ധമാണ്. ആ ഒന്നും മുറിയ പിന്നെയും മുറിയില്ല. ഒരിക്കൽ നിക്കാഹിന്റെ വാക്ക് ഉച്ചരിക്കുന്നതോടുകൂടി അവരുമായിട്ടുള്ള വിവാഹബന്ധം നിഷിദ്ധമായി. ആരുമായിട്ടുള്ള ഉമ്മയും പാപ്പയായിട്ടുള്ള വിവാഹബന്ധം നിഷിദ്ധമായി. അപ്പൊ വിവാഹബന്ധം നിഷിദ്ധമായവർ എന്നതാണ് പിന്നെ അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്വന്തം ആളുകൾ. അപ്പൊ അതിനെ തലാഖ് ചൊല്ലിയാലും എന്ത് ചെയ്യാൻ പറ്റൂല. അതാണല്ലോ നേരത്തെ പറഞ്ഞ പ്രശ്നം. സെയ്ദ് വിവാഹം ചെയ്തു, സെയ്ദ് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനാണെങ്കിൽ പിന്നെ നബിക്ക് ആരെ കല്യാണം കഴിക്കാൻ പറ്റൂല, കല്യാണിക്കാൻ പറ്റില്ല. മോളുമായിട്ടുള്ള ബന്ധം മോളുമായിട്ട് നിലക്കൂ. പക്ഷെ ഇത് സെയ്ദ് എന്തല്ല, നബിന്റെ മോനല്ല. അവിടെയാണ് ആ സംഗതി വരുന്നത്. അതുകൊണ്ടാ മുശ്രിക്കുകളൊക്കെ മോനെ ഒഴിവാക്കിയതിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ മോനല്ല നിനക്ക് തിരിയാൻ തന്നെയാണ് അത് കിട്ടിയത്. അത് നമ്മളെ മുത്തലാഖ് നിയമത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് വക്കീലന്മാര് പറയുന്ന ഒപ്പിക്കുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥത്തില് അങ്ങനൊന്നുമല്ല വേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ഈ 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 മാസമുറ അതിന് ശേഷമാണ് ഇവരുടെ യുദ്ധ തീര. ആ യുദ്ധയിൽ ഇനി അതല്ല പിന്നെ ഈ മാസമുറ ഇല്ലാത്തവരാണെങ്കിൽ 3 അറബി ചന്ദ്രമാസം എന്ന് കണക്കാക്കും. അതോടുകൂടിയിട്ടാണ് യുദ്ധ തീരം. അപ്പൊ യുദ്ധ തീർന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിയണം, എന്നാലും തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെയും എന്ത് ചെയ്യാം, ഇനി വേറെ തലാഖ് ചൊല്ലൊന്നും വേണ്ട. കാരണം ഒരു തലാഖ് തന്നെ യുദ്ധകാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം, വേറെ. ഇനി ഗർഭിണിയാണെങ്കിലോ, ഗർഭിണിയാണ്, തലാഖ് ചൊല്ലി ഒരാഴ്ച കഴിഞ്ഞപ്പോ പ്രസവിച്ചു, അവളെ യുദ്ധ കഴിഞ്ഞു. ഇനി 3 മാസം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായി. അപ്പൊ പ്രസവിച്ചോട് കൂടിയിട്ട് അവളുടെ യുദ്ധ കഴിഞ്ഞു. പിന്നെ അവളെ വേറാക്ക് നിക്കാഹ് ചെയ്യാം. അങ്ങനെയാണ്. അപ്പോ നിങ്ങള് എന്താ പറഞ്ഞത്, നിങ്ങൾ വളരെ മാന്യമായിട്ട് ചെയ്യണം. നിങ്ങൾ മുടക്കാൻ പാടില്ല. ഏറ്റവും അസ്കാരക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, അതുപോലെ തന്നെ വാക്കുകൾ വിശുദ്ധമായത് ഒക്കെ അങ്ങനെയുള്ള ഏർപ്പാടാണ്. ഇനി മാതാക്കൾ അവരെന്ത് ചെയ്യണം, മുലയൂട്ടണം. ഔലാദൻ അവരുടെ മക്കളെ. മുല കുടിക്കുന്ന കുട്ടികളുടെ അവകാശത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. വലിയ വലിയ മനുഷ്യന്മാരുടെ അവകാശത്തെ കുറിച്ച്, മനുഷ്യാവകാശത്തെ കുറിച്ചല്ല. മുല കുടിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഉമ്മമാര് അവരെ എന്ത് ചെയ്യണം, 2 വർഷം ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 വർഷം മുലയൂട്ടണം. ഇതിവിടെ ഇങ്ങനെ പ്രത്യേകം പറയണം എന്താന്ന് വെച്ചാൽ, ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല. ഒന്നിച്ച് ജീവിക്കുമ്പോഴോട് പക്ഷെ ഒഴിവാക്കിയാല് ഓൾക്ക് വേണേ പറയാൻ ഞാനിപ്പോ അയാളെ കുട്ടിക്ക് മറവെടുക്കാൻ നിൽക്കരുത് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്നല്ല, പറഞ്ഞേക്കാം. അങ്ങനെ പറയരുത്. നിങ്ങൾ എന്ത് ചെയ്തോണം, 2 കൊല്ലം കുട്ടികൾക്ക് മുലയൂട്ടണം. ലിമൻ അറാദ, ഉദ്ദേശിക്കുന്നവർക്ക് അയ്യുത്തിമ്മ പൂർത്തിയാക്കാൻ, മുലകുടി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, വഅലൽ മൗലൂദി ലഹു,
കുട്ടിയുടെ പിതാവിന് ബാധ്യതയാണ് റിസ്ഖുഹുന്ന അവരുടെ ആഹാരം, വകിസ്വതുഹുന്ന അവരുടെ വസ്ത്രം, ബിൽ മഅറൂഫ് ന്യായമായ നിലയിൽ. അത് തെറ്റിയാലോ അതാണ്. അതായത് നിങ്ങളെ കുട്ടിക്ക് മുല കൊടുക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് മാന്യമായ ആഹാരവും മാന്യമായ വസ്ത്രവും ഒക്കെ നിങ്ങൾ കൊടുക്കണം. ലാ തുകല്ലഫു നഫ്സുൻ ഒരാളും നിർബന്ധിക്കപ്പെടുകയില്ല ഇല്ലാ വുസ്അഹാ അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ. അതുകൊണ്ട് എല്ലാ ദിവസവും മന്തി കൊണ്ടുവരണം, എല്ലാ ദിവസവും കഫ്സ കൊണ്ടുവരണം എന്ന് പറയാൻ പറ്റില്ല. ഓന് കഴിയുന്ന രീതിയിലാണ് അവൻ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ അതേ സമയത്ത് ഇവന്റെ കഴിവിൽപ്പെടാത്ത ബാധ്യത ലിസ്റ്റ് അങ്ങ് കൊടുത്തേക്കുക. കുട്ടിനെ മുല കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിന് ചെലവ് വേണം എന്ന് പറഞ്ഞു. ജീവിതകാലല്ല, മുല കൂട്ടുന്ന 2 കൊല്ലം. ആ മുല കൂട്ടുന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത്. വിവാഹമോചനായി കഴിക്കുകയും പിന്നെ വിവാഹമോചനായി കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും പറ്റാൻ പാടില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ആയി പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഉണ്ട്. അതിനുള്ള തിരുത്തി കൂടിയാണ്. അതെ, അതായത് ഇത് കണ്ടീഷനാണ് കേട്ടോ. എന്താണെന്ന് മാത്രം ബാധകം. അതെ, മുലയൂട്ടുന്ന ഉമ്മമാർക്ക് മാത്രമുള്ള ഒരു സാധനമാണ്. അതിന്റെ കാരണം ഇതാണ്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ സമയത്ത് അവൾക്ക് കൂലി ചോദിച്ചാൽ അത് കൊടുക്കണം. അതായത് നിങ്ങളെ കുട്ടിനെ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഇയാളുടെ കുട്ടിയാണ്, ഇയാളുടെ ബാധ്യതയാണ് കുട്ടിനെ നോക്കേണ്ടത്. ഇല്ല, ഉമ്മക്ക് സാമ്പത്തിക ബാധ്യത ഇല്ല. ഉമ്മക്ക് സാമ്പത്തിക ബാധ്യത ഇല്ല. ഉമ്മാന്റെ ബാധ്യത എന്താണ്? ഉമ്മാന്റെ ബാധ്യത കുട്ടിക്ക് സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുത്ത് വളരെ നല്ല നിലയിൽ വളർത്തുക എന്ന് പറയുന്നത് ഉമ്മന്റെ മേൽ തന്നെ ബാധ്യതയാണ്. അത് മുലയോടി കഴിഞ്ഞാലും ബാധ്യതയാണ്. അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അതായത് പ്രായപൂർത്തി എത്തുന്നത് വരെ ആൺകുട്ടിയാണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ വിവാഹം ചെയ്തയക്കുന്നത് വരെ ഒക്കെ ഉമ്മ പരിചരിക്കണമെന്നാണ്. പക്ഷെ ചെലവ് ഇയാൾ കൊടുക്കണം. ഉമ്മയാണ് പരിചരിക്കേണ്ടത്, ചെലവ് കൊടുക്കേണ്ടത് വാപ്പയാണ്. അപ്പോ പിന്നെ അത് ഇവര് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണമെങ്കിൽ ഇവിടെ നൃത്തം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ നൃത്തം അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പരിചരണം ഉമ്മയുടെ കീഴിലാണ്. അതേസമയത്ത് അതിന്റെ ചെലവ് കൊടുക്കേണ്ടത് വാപ്പയാണ്. ഇനി ഒരു മാതാവും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല ബിവലദിഹ തന്റെ കുട്ടി മൂലം. വലാ മൗലൂദുല്ലഹു കുട്ടിയുടെ പിതാവും ബിവലദിഹി തന്റെ കുട്ടി മൂലം എന്താവാൻ പാടില്ല, ബുദ്ധിമുട്ടിലായി പോകരുത്, പ്രയാസപ്പെട്ടു പോകരുത്. അപ്പോ അതിലൊക്കെ അള്ളാഹു നിഷ്കർഷിക്കുന്ന ഒരു വലിയ ഒരു സംഗതിയാണ്. ഒരാളുടെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്താവരുത്, മാതാവും പ്രയാസപ്പെടരുത്, പിതാവും പ്രയാസപ്പെടരുത്. ഇനിയോ വഅലൽ വാരിസി അനന്തരാവകാശിക്ക് ബാധ്യതയുണ്ട്. മിസ്ലു ദാലിക അതിന് തുല്യമായത്, അതിന് തുല്യമായത് കൊടുക്കാൻ അനന്തരാവകാശിക്ക് ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ മരിച്ചുപോയി, പാപ്പ മരിച്ചുപോയാല് പിന്നെ ഓ മരിച്ച് ഓള് പോവുകയും ചെയ്ത് എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ലേ. ഇയാളുടെ അനന്തരാവകാശികളുണ്ടാവും. ആരുടെ? പാപ്പാന്റെ. ആ അനന്തരാവകാശികൾ ഈ കുട്ടിക്ക് ചെലവിനുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മാക്ക് ആ സമയത്തുള്ള സംഗതികളൊക്കെ കൊടുക്കണം. അത് ഇയാള് ഇവരുടെ അനന്തരാവകാശം ചെയ്യണം. അതിന് തുല്യമായത് കൊടുക്കണം. ഇനി അവർ രണ്ടുപേരും ഉദ്ദേശിച്ചാൽ ഫിസ്വാലൻ മുലകുടി മാറ്റാൻ ഉദ്ദേശിച്ചാൽ ഇവർ രണ്ടുപേരുടെയും തൃപ്തിയോട് കൂടിയിട്ട് മുലകുടി മാറ്റാൻ ഉദ്ദേശിച്ചാൽ കൂടിയാലോചനയോടെ ഫലാ ജുനാഹ അലൈഹിം അവർക്ക് രണ്ടുപേർക്കും കുറ്റമില്ല. രണ്ടാളും കൂടി ആലോചിച്ച് എന്താണ് മുലകുടി നിർത്താം,
എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് കുറ്റമില്ല. ഇനി വഇൻ അറത്തും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻ തസ്തർഉ ഔലാദുക്കും നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈക്കും കുറ്റമില്ല. ഇദാ സല്ലംതും നിങ്ങൾ നൽകുന്നുവെങ്കിൽ മാ ആതൈതും നിങ്ങൾ നൽകേണ്ടത് ബിൽ മഅറൂഫ് മാന്യമായ നിലയിൽ. വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി ഉദ്ദേശിച്ച് വേറെ ഒരാളെ കൊണ്ട് മുല കൊടുക്കാൻ ആണ് നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ അതിലും എന്തില്ല? എന്നല്ല വേറെ ആരെ കൊണ്ടെങ്കിലും മുല കൊടുക്കുക. നിസ്സാസമയെ മുല കൊട്ടിയ അലിമവിനെ കുറിച്ച് പറയല്ലേ. പിന്നെ ഇങ്ങനത്തെ കേസൊന്നല്ല, പഴയ കാലത്ത് വ്യാപകമായി നിലനിൽണ്ടായിരുന്ന ഒരു സാധനമാണ് ഇത്. മുല കൊടുക്കാൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിക്കുക. നല്ല ആരോഗ്യവും ശേഷിയും ഒക്കെ ഉള്ള ആളുകളെ ഏൽപ്പിക്കുക. ചില ആളുകൾക്ക് പാലുണ്ടാവൂല, അതുകൊണ്ടും അങ്ങനെ ചെയ്യാം. ചില ആൾക്ക് രോഗമായിരിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗതികൾക്ക് നേരിട്ടാൽ ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെയും ഇവർ രണ്ടാളും കൂടി അത് ഒറ്റയ്ക്ക് ചെയ്യരുതെന്നാണ്. ഇവർ രണ്ടാളും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി ചെയ്യാണ് വേണ്ടത്. ഈ പറഞ്ഞ ഹാമിലയിൽ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് 2 പൂർണ്ണമായ വർഷം എന്ന് പറഞ്ഞല്ലോ അല്ലേ? ഹൗലൈനി കാമിലൈനി. ഈ സംഗതിയിൽ നിന്നാണ് ഫുഖഹാക്കൾ പറയുന്നത് ഒരാൾക്ക് മുലകുടി ബന്ധം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണമെങ്കിൽ ഈ 2 കൊല്ലത്തിനിടയിൽ മുലകുടിക്കണം. ഇടയിൽ മുലകുടിച്ചാലാണ് മുലകുടി ബന്ധം ഉണ്ടാവുള്ളൂ. ആ അല്ല, 2 വയസ്സിനുള്ളിലാണ് മുലകുടി പ്രായം. 2 വയസ്സിനുള്ളിൽ കുടിച്ചാലേ എന്താവുള്ളൂ? മുലകുടി ബന്ധം ഉണ്ടാവും. ആ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് പോലെ വളരെ ലളിതമായി തോന്നുകയാണെങ്കിലും ഇതൊക്കെ കാര്യമുള്ള സംഗതികളാണ്. കാരണം നിങ്ങൾക്കറിയോ, വിവാഹത്തിന് ശേഷമാണ് മുലകുടി ബന്ധം തെളിയുന്നതെങ്കിൽ അത് തലാക്കാണ്. രക്തബന്ധമല്ലാണ് മുലകുടി ബന്ധം. കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോന്നിച്ച് ജീവിക്കുകയാണ്. അപ്പോഴാണ് ഇവര് രണ്ടാളും ഒരു ഉമ്മാന്റെ മുല കുടിച്ചാൽ തിരിഞ്ഞാൽ പിന്നെ ഒരു ഒന്നും ജീവിക്കാൻ പാടില്ല. അങ്ങനൊന്നുമില്ല. അതായത് അത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം പക്ഷെ അങ്ങനെ ആർക്കും മുല കൊടുക്കലൊന്നുമില്ല. മുമ്പാണ് പിന്നെ ഉമ്മ അടുത്തില്ല, അമ്മ തിരുമ്പാൻ പോയതാണ്, പുറത്ത് പോയതാണ്, അവ കുട്ടി കഴിയണ അപ്പൊ എടുത്തിട്ട് ഓരോടുത്ത് അവ വയനാട് വെച്ച് അപ്പൊ മറ്റേത് അപ്പുറത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, തമ്മ തിരിയൂല, ആരായിരിക്കാം ഓരോരുത്തർ തിരിയും. അതൊന്നും ഇപ്പൊ എന്നിട്ട് അതുകൊണ്ട് ചില ആൾക്കാർ കേരളത്തിന്റെ പുറത്തുപോയി കല്യാണം കഴിച്ചോക്കെ. കാരണം ഒരു നിലക്കും സാധ്യത ഇല്ലാതെ നിൽക്കാൻ പറ്റും. അതൊക്കെ അതിന്റെ ഫലിതങ്ങളാണ്. പക്ഷെ എന്തായാലും ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ആ ടൈമിനല്ലാതെ പിന്നീട് മുലകുടി പ്രായമൊക്കെ കഴിഞ്ഞ് എന്റെ ശേഷം മുലകുടിച്ചിട്ടുണ്ടെങ്കിൽ മുലകുടി ബന്ധം എന്താ കൊടുക്കണേന്ന് ഉമ്മ വയ്ക്കാൻ തന്നെ കൊടുക്കാം. ഓലേക്ക് മുലകുടി ബന്ധം ഉണ്ടാവും. അതാണ്. അതായത് നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാൻ, അതപ്പോ കൂടെ പറഞ്ഞത്, നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് നിങ്ങളെ കുട്ടിനെ വേറെ ആളെടുത്ത് മുലകൊടുക്കാൻ പറഞ്ഞേക്കുന്നതിന് പ്രശ്നമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ അവരുമായി പിന്നെ ഈ കുട്ടിക്ക് എന്തായി? മുലകുടി ബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. ഉമ്മന്റെ മാതിരി തന്നെ, ഉമ്മന്റെ മാതിരി ആയെന്നുള്ളതല്ല പ്രശ്നം, അവരുമായിട്ടുള്ളത് മാത്രമല്ല പ്രശ്നം. ആ ഉമ്മാന്റെ മക്കളുമായിട്ട് ഇവര് സഹോദരന്മാരായി, പിന്നെ ഓരോ കരയാക്കാൻ പറ്റില്ല. അവരുമായിട്ട് ബന്ധവും. ഇപ്പൊ ഒരു സ്ത്രീന്റെ അടുത്ത് നമ്മളെ മക്കളെ കൊണ്ട് ആ സ്ത്രീ മുല കൊട്ടി, വേറെ ഒരാള് വന്നിട്ട് അവരെ മക്കൾ മുല കൊട്ടിയാൽ ഇവരായിട്ട് കണക്ഷനായി. രക്തബന്ധമല്ല, മുലകുടി ബന്ധം എന്നാലും പറയാം. അത് വലിയ ബന്ധമാണ്. ഒരു വേള രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. കാരണം രക്തബന്ധം എന്ന് പറയുമ്പോ നിങ്ങളെ അനുജന്റെ മോളും നിങ്ങളും തമ്മിൽ രക്തബന്ധമില്ലേ?
പക്ഷെ നിങ്ങളെ മോനെ അഞ്ചന്റെ മോള് കല്യാണം കഴിക്കാം. മനസ്സിലായോ? ആ അതുകൊണ്ടാണ് ഏട്ടനഞ്ചന്റെ മക്കള് തമ്മിൽ ഇടപഴകാൻ സമ്മതിക്കരുത് പറയുന്നത്. കാരണം അവർ വിവാഹബന്ധം നിഷിദ്ധമായവരല്ല, കല്യാണം കഴിക്കാൻ പറ്റുന്നവരാണ്, മുഹറമല്ല. അപ്പൊ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ തമ്മിൽ മാത്രമേ ഇടപഴകാൻ പാടുള്ളൂ. അതൊക്കെ പിന്നെ അതിന്റെ വേറെ സംഗതി. അങ്ങനൊന്നും ഉണ്ടായില്ല എന്ന് വെക്കുക, അത് വേറെ സംഗതി. ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, അത് നല്ല വിഷയം ചെറുകാണ്. അപ്പൊ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മോളെ നിങ്ങളെ മോൻ ബൈക്കിന് മോള് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല. പെങ്ങളാന്ന് പറഞ്ഞ പെങ്ങളാവോ? ഞാനിപ്പോ നിങ്ങളെ വിളിക്കാം സഹോദരിമാരെ, നിങ്ങളൊക്കെ എന്റെ പെങ്ങളാവോ? വിളിക്കാൻ പറ്റുന്നല്ല, അത് വേറൊരു സഹോദരി, അത്രേ ഉള്ളൂ. അപ്പൊ ബന്ധങ്ങളിൽ പ്രശ്നം. അതേസമയം ആ രക്തബന്ധുക്കൾ തമ്മിൽ ആണല്ലോ കല്യാണം നടക്കുന്നത്. രക്തബന്ധം എന്നാണല്ലോ ഇതിനും വേണമെങ്കിൽ പറയാം. എന്റെ അനിയന്റെ മോള് എന്റെ മോള് എന്ന് പറയുന്നത് നമ്മുടെ രക്തബന്ധമാണ്, ഒരേ ബ്ലഡാണ്. അതേ സമയത്ത് തികച്ചും അന്യനായ ഒരാൾ, ഒന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ, കുടുംബപരമായും ഗോത്രപരമായും ഒന്നും ഞാനായിട്ട് ഒരു ബന്ധവുമില്ല, അയാൾ ഇന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ്, ഇസ്ലാം സ്വീകരിക്കാത്ത ആളാണ് നിൽക്കുക. എന്നാൽ പോലും അവരുടെ കുട്ടിയും എന്റെ കുട്ടിയും ഒരാളുടെ മുല കുടിച്ചാൽ ഇവര് സഹോദരന്മാരെ ഓരൊക്കെ പിന്നെ കല്യാണം. ഇനി അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ലാതെ എന്താ പറയാ വേറെ ഏതെങ്കിലും ഒരു സംഗതിയിൽ മുലകുടിയൊന്നും വരികയില്ല എന്ന് ഈ കൊല്ലം കണക്ക് പറയാനുള്ള കാരണം അതാണ്. ഹൗലൈൻ കാമലൈൻ, പൂർണ്ണമായ 2 കൊല്ലമാണ് മുലകുടി പ്രായം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥയെ സംരക്ഷിക്കുക എന്നാണെങ്കിൽ പറ്റും, അതിന് പ്രശ്നമല്ല. പക്ഷേ അത് നിങ്ങളൊരു ആൺകുട്ടിനാണ് ദത്തെടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അന്യൻ തന്നെ ആയിരിക്കും. അത് അന്യനാണ്. അയാള് മുതിർന്നാൽ വലുതായാൽ മോനെന്ന് പറഞ്ഞു പോയി എടുത്തിരിക്കാമെന്ന് വെച്ചില്ല. കാരണം നിങ്ങൾക്ക് വിവാഹബന്ധം നിഷിദ്ധമല്ല. ഒരാണ് പെൺകുട്ടിയാണ് ദത്തെടുക്കുന്നതെങ്കിൽ ചെറിയ കുട്ടി എന്നുള്ളവർക്കും ഒക്കെ അത് വലുതായി കഴിഞ്ഞാല് അവർക്ക് ഒന്നിച്ച് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. മനസ്സിലായോ? വേണമെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമല്ല. അതാണ് എന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ദത്ത് സമ്പ്രദായം ഇല്ലാത്തത് നമുക്ക്. അതേസമയം നമ്മൾ ദത്തെടുക്കലുണ്ട്. എങ്ങനെ ദത്തെടുക്കലെന്ന് വെച്ചാൽ അനാഥരായ ആളുകളെ നമ്മൾ ദത്തെടുക്കും. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പഠനം, വിദ്യാഭ്യാസം, അതേപോലെ അവരുടെ മറ്റ് പിന്നെ ജീവിത ചെലവുകൾ, ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. വളരെ നല്ല പുണ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവർ നമ്മുടെ അനന്തരാവകാശിയാവുകയില്ല, നമ്മൾ അവരുടെ രക്ഷിതാവുകയില്ല. നമ്മൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പോലുമുള്ള അവകാശമില്ല. അത് സ്പോൺസർഷിപ്പ് മാത്രമാണ്. ഒരു പെൺകുട്ടിനെ ദത്തെടുത്തു, ഓള് വലുതായി, ഓളുമായിട്ട് അകന്ന് ഒന്നിച്ചു കഴിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഓളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വരെ ഉള്ള അധികാരം ഇയാൾക്കില്ല. കാരണം ഇയാളോടെ വലിയ വിലായത്തുള്ള ആളല്ല. അറിയാത്ത അനാഥയാണ്, അവളുടെ വലിയ ആരാന്ന് അറിയില്ല എങ്കിൽ അവൾക്ക് ഇയാളെ ചുമതലപ്പെടുത്താം. എന്ത്? എന്നെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഞാനിതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് വാക്കാൽ സാക്ഷി മുഖാന്തരം അവൾ പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അയാൾക്ക് മാത്രമല്ല ചെയ്തു കൊടുക്കാൻ പറ്റുക, നമുക്കൊക്കെ ചെയ്തു കൊടുക്കാം. മനസ്സിലായോ? നമ്മളോട് കുട്ടി പറയണം, സാക്ഷി മുഖാന്തരം പറയണം, എന്റെ വിലായത്ത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുക്കാം, അതിനുള്ള അധികാരങ്ങൾക്ക് ഉണ്ട് എന്ന് ഈ പെണ്ണ് വാക്കാൽ പറയണം, സാക്ഷി മുഖാന്തരം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? നിക്കാഹ് ചെയ്തു കൊടുക്കാം. അങ്ങനെയാണ് ഈ അനാഥരായ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇത് കിട്ടൂല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എന്തൊരു സഹായം എല്ലാവർക്കും വഴിയുണ്ടാവും. ഞാൻ ബേജാറാകും. അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വലിയില്ലാത്തവരുടെ വലിയ ഇമാമാണ് എന്നാണ്. അങ്ങനെ ഉണ്ടൊരു നിയമം.
വലിയില്ലാത്തവരുടെ വലിയ ഇമാമാണ്. നമ്മൾ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് കിട്ടുന്ന ഒരാളെ നിർത്തിയാൽ ആ ഇമാമ ഈ ഇമാമാണെന്നൊന്നും പറയാനും കഴിയില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിലുള്ള ഒരു ഇമാമുണ്ട്, ആ ഇമാമാണ് വലിയില്ലാത്തവരുടെ വലിയ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. വളരെ ക്ലിയർ ആണ് സംഗതികൾ. ഇനി മരിച്ചവരെ പറ്റിയാണ് പറയാനുള്ളത്, അതിൽ കുറെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഹോംവർക്ക് നിങ്ങൾ ചെയ്തു വരിക, എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് പഠിച്ചു വരിക, എല്ലാവരോടും ചോദിക്കുക, എന്നോട് ഒഴികെ ബാക്കിയുള്ളവരോട് ചോദിക്കാം. എന്തൊക്കെ എവിടെ കിട്ടിയാലും എവിടെ നോക്കിയതിനെ കുഴപ്പമില്ല കേട്ടോ. പുസ്തകത്തിൽ നോക്കാൻ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മളെന്തോ ഒരു വർക്ക് ചെയ്തിട്ട് കിട്ടിക്കൊണ്ടാ ചേച്ചി. ഇനി എന്തെങ്കിലും ഈ അനാഥാലയം എന്ന് പറയുന്നത് ഓർഫനേജ് സങ്കല്പിക്കാറില്ല. അല്ല, ഓർഫനേജ് അതെ, അതില്ല. ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ്. ഈ ഓർഫനേജ് എന്ന് പറഞ്ഞ സംവിധാനം നമ്മളുടെ ഒരു കാലത്ത്, നമ്മളുടെ ഒരു അനിവാര്യ സാഹചര്യത്തിൽ നമ്മൾ ആരംഭിച്ചതാണ്. 1920-കളിൽ ഉണ്ടായ കലാപങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ധാരാളം കണക്കായിട്ടുള്ള പാപ്പന്മാരും അല്ലെ രക്തസാക്ഷികളാവുകയൊക്കെ ചെയ്തപ്പോൾ കുട്ടികൾ അനാഥരായപ്പോ അവരെ ഒന്നിച്ച് പരിചരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ്. അതിൽ പെട്ടെന്നാണ് ഈ ജംഇയ്യത്തുൽ ദഅവത്തുൽ തഅലീമുൽ ഇസ്ലാം, ഇസ്ലാം എന്നൊക്കെ പറയുന്നത്. അതില് യഥാർത്ഥത്തിൽ നമ്മുടെ അടിസ്ഥാന സംഗതി നമ്മൾ തന്നെ കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ മരിച്ച ആളുടെ അനന്തരാവകാശികൾ എന്ത് ചെയ്യണം? കുട്ടികളെ നോക്കണം, യതീം കുട്ടികളെ നോക്കണം. പിന്നെ യതീമുകളുടെ സംരക്ഷണത്തിന് ഇസ്ലാം വെച്ച വേറൊരു സംവിധാനമാണ് ബഹുഭാരിത്വം എന്ന് പറയുന്നത്. അതായത് യതീം കുട്ടികളെ സംരക്ഷിക്കണം. ഒരാള് മരിച്ചുപോയി, അയാളുടെ ഭാര്യ വിധവയായിരിക്കും, മക്കളെ നോക്കാനൊന്നും കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് അവളെ വിവാഹം ചെയ്താൽ എന്ത് ചെയ്യാം? ഈ മക്കളെ നോക്കാം. നമ്മൾ പരസ്യത്തിൽ കൊടുക്കുന്നത് എന്താണ്? കുട്ടികൾ ബാധ്യതയല്ല, കുട്ടികളെ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തലകുത്തനായ സംഗതികൾ മനസ്സിലാക്കിയതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്ത് തരണേ. അത് വിചാരിച്ചാലും വരാണ്ടോ നിൽക്കണ്ട. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.